തനിക്കെതിരായ ലൈംഗിക അതിക്രമ പരാതി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ്. മുഖ്യമന്ത്രി മമതാ ബാനർജി രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറുകയാണ്. അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമില്ല. നീക്കം അതിരുകടന്നാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും ഗവർണർ പറഞ്ഞു. ബംഗാളിലെ കാര്യം അധികം ഇവിടെ വെച്ച് പറയുന്നില്ല. മുഖ്യമന്ത്രിയല്ല ആരായാലും ശരി, സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വഴി വിട്ടു പോയാൽ ശക്തമായ നടപടി എടുക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രോമിസ് അല്ല, ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ഫ്രം ദ ഗവർണർ. സാർ, ഡിഫമേഷൻ വല്ലതും ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അത്രമാത്രമൊന്നുമില്ല. സെന്ററിനെ നമ്മൾ കാര്യം അറിയിച്ചു. ഇതൊരു തമാശ, മുഖ്യമന്ത്രിയുടെ തമാശ. ഇലക്ഷൻ സ്റ്റണ്ടിന് ഒരു പരിധിയുണ്ട്. പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ, ഭരണഘടന ലംഘിച്ചാൽ, നിയമം ലംഘിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാവുക തന്നെ ചെയ്യും, സംശയം വേണ്ട. വിഷ്ണു സുരേഷിന്റെ ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണുവും ഇന്ന് അദ്ദേഹത്തിന് സംസ്ഥാനത്ത് പരിപാടികൾ ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണോ അദ്ദേഹം ആ പരാതിക്ക് പിന്നാലെ എത്തിയത്? എപ്പോഴാണ് അദ്ദേഹം ബംഗാളിലേക്ക് മടങ്ങുക? എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു? വിഷ്ണു. ഉമേഷ്, പിറവത്ത് ഒരു സ്വകാര്യ പരിപാടിയിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് CV ആനന്ദ് ബോസ് എത്തിയത്. ഇന്ന് രാവിലെ മമതാ ബാനർജി അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു അദ്ദേഹത്തിനെതിരെ. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ വിഷയത്തിൽ മൌനം പാലിക്കുന്നു എന്നുള്ളതായിരുന്നു മമതാ ബാനർജിയുടെ വിമർശനം. അതിലെല്ലാം ചേർത്താണ് ഇന്ന് അദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. മുഖ്യമന്ത്രിയല്ല മറ്റാരാണെങ്കിലും നിയമത്തിന്റെ അല്ലെങ്കിൽ സത്യസന്ധതയുടെ വഴികൾ വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ശക്തമായ നടപടി നേരിടേണ്ടി വരും. നമ്മൾ ചോദിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് മുഖ്യമന്ത്രിയുടെ തമാശ മാത്രമാണ്, അതിനപ്പുറത്തേക്കൊരു മാനം ഇത് നൽകേണ്ടതില്ല എന്ന് CV ആനന്ദ് ബോസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സെൻട്രലിനെ ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ബംഗാൾ സർക്കാർ ഈ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഗവർണറുടെ പ്രതികരണം. അത്തരത്തിലൊരു സംഘത്തെ നിയോഗിക്കാൻ സർക്കാരിന് അവകാശമില്ല, അത് സർക്കാരിനെ ബോധ്യപ്പെടുത്തും എന്ന അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം ഇന്ന് പ്രതികരിച്ചത്. ഒരു പക്ഷേ ഇതൊരു വാണിംഗ് ആയി എല്ലാം കണക്കാക്കാം എന്ന് തോന്നുന്നു ഈ പ്രതികരണത്തെ. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.